ബൈക്ക് മറിച്ചിട്ട് ഓക്കെ ഓക്കെ. നമ്മളെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ അനീസ പകടാ ബൈക്ക് പഠിക്കാൻ ബൈക്ക് പഠിക്കാനായിട്ട് പോവേനെ കേട്ടോ. വേറെ ഒന്നുമല്ല, ലേണേഴ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പം ലേണേഴ്സ് കിട്ടിയിട്ട് കുറച്ചാളായി. എത്ര ആളായി? 1 മാസത്തിൽ കൂടുതലായി. അപ്പോൾ ഇവള് ഡ്രൈവിംഗ് ക്ലാസ്സിന് പൊക്കോണ്ട് ഇപ്പോൾ ഉണ്ട് കേട്ടോ. അപ്പോൾ അവൾ പറഞ്ഞ് ഒരാൾ ലൈസൻസ് ഉള്ള ഒരാൾ ജസ്റ്റ് ബൈക്കിലുണ്ടെങ്കിൽ നമുക്ക് ബൈക്ക് ഓട്ടിക്കാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ഇന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കൊണ്ടുപോവുകയാണ്. ഇനി എന്തേലും ആവുമെന്നൊന്നും അറിയില്ല, നമുക്കൊന്ന് പോയിട്ട് വരാം. ഹേ ഗായ്സ്, അപ്പോൾ അനൂസ് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പം ഞാൻ ചിലപ്പോൾ പോയി കിക്ക അടിക്കേണ്ടി വരും. കാര്യം അവൾക്ക് ഇല്ല, സെൽഫില്ല മോളെ. അപ്പം നമുക്ക് അടിച്ചാണ് ആദ്യം ഒന്ന് അടിച്ചു നോക്കിയാണ് ന്യൂട്രാക്കെ. അനൂസ് നമുക്കൊന്ന് പരീക്ഷിച്ചോ. മുമ്പേ ഒരു തവണ എടുത്തോണ്ടൊരു ചെറിയൊരു ധൈര്യമുണ്ട് എനിക്ക്. നമുക്ക് അനൂസ് വണ്ടി സ്റ്റാർട്ട് ചെയ്യും. 2 തവണ അടിക്കുമ്പോൾ 1 തവണ കിട്ടുമെന്നാണല്ലോ. അടിച്ചു നോക്കാം മോളെ. അയ്യോ പോയി ഗായ്സ് പോയി. അനൂസ് കിക്ക അടിക്കുകയാണ്. ഒന്ന് അടി സ്റ്റാർട്ട് ചെയ്ത് കേട്ടാ. അനൂസ് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഗൈസ്. അങ്ങോട്ട് അടിക്ക്. തൊട്ട് ചെയ്തിട്ട് അങ്ങോട്ട് എടുത്തോ. വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടാ. ഒരു കാലം എത്തത്തുള്ളൂ, ഒരു കാലം എത്തൂല. കാല് ഒരു പരുവത്തിന് പിടിച്ചായി. ഓക്കെ, സെറ്റാക്കിയോ. അപ്പം അനൂസ് വണ്ടി എടുക്കുകയാണ്. എടുത്തോ നടക്കൂ. വണ്ടി അനങ്ങുന്നില്ലല്ലോ. അനങ്ങി തുടങ്ങി ഗൈസ്. നിങ്ങൾ കണ്ട അനൂസ് വണ്ടി അടിക്കാൻ പോവേണ്. എടുത്തോ വണ്ടി അനങ്ങി തുടങ്ങി. ഇനി അതങ്ങ് വളഞ്ഞോളൂ. സൈക്കിൾ ഓടിക്കുന്ന ഒരു വ്യക്തിക്ക് പെട്ടെന്ന് ബൈക്ക് പഠിക്കാൻ പറ്റും കേട്ടോ. കാര്യം ഹാൻഡിൽ ബാലൻസ് മാത്രം മതി. അതുകൊണ്ട് അനൂസ് ഞാൻ ധൈര്യമായിട്ട് കൊടുത്തു. കാര്യം അവൾക്ക് ഹാൻഡിൽ ബാലൻസ് ഉണ്ട്. കാര്യം അവളെ വീട്ടിൽ സൈക്കിൾ ഓടിക്കുമായിരുന്നു. അതുകൊണ്ട് ധൈര്യമായിട്ട് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല ഗൈസ്. പിന്നെ ലേണേഴ്സ് കിട്ടാതെ ഒരിക്കലും വണ്ടി എടുക്കല്. അത് പെർമിഷൻ ഇല്ല. പിന്നെ പോലേക്ക് തന്നെ ലൈസൻസ് ഉള്ള ഒരാളെ വണ്ടി ഓട്ടിക്കാൻ, ബൈക്കിലുണ്ടെങ്കിലേ വണ്ടി ഓട്ടിക്കാനുള്ളൊരു നിയമം. ബൈക്കിൽ ഞാൻ തള്ളിത്തരാം. അപ്പം ഞാനും കൂടെ കയറട്ടെ ഗൈസ്. ഓക്കെ, സെറ്റ്. എടുത്തോ. ഹെൽമെറ്റ് വയ്ക്കണം, സേഫ്റ്റി മുഖ്യമാണ്. ഇല്ലെങ്കിൽ തല പോകും. ഒന്നത് പഠിക്കുന്നൊരു വ്യക്തിയോടെ ഇരിക്കുമ്പോൾ എപ്പോഴും സേഫ്റ്റി വേണമെന്ന്. ക്ലിപ്പിട്ടില്ലെങ്കിൽ ഉള്ള ക്ലിപ്പും കൂടെ പോയി. കൈ കൊടുത്തങ്ങ് എടുത്തായടാ. അവള് പിടിച്ച അവളെ എന്നെയും കൂടെ വന്നു. ഓക്കെ സെറ്റ്. അവള് വണ്ടി എടുത്തു ഗൈസ്. നമുക്ക് പോവാം, ഗോതയിലേക്ക് പോവാം. അതിനുള്ള പരിപാടിയായിട്ട് നമ്മൾ ഇങ്ങനെ ബൈക്ക് ഓടിച്ചുകൊണ്ട് പോവുകയാണ്. നമ്മൾ ഓട്ടിക്കും കേട്ടോ, നല്ലോണം ഓട്ടിക്കും. അപ്പം ഹാൻഡിൽ ബാലൻസ് ഉള്ളതുകൊണ്ട് നല്ലോണം ഓട്ടിക്കാൻ പറ്റും. പിന്നെ പഠിക്കാൻ വലിയ എളുപ്പമായിരുന്നു. അതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ 2 ദിവസത്തെ പരിപാടിയാകുമ്പോൾ
ഗായ്സ്, അപ്പോൾ നമ്മൾ അനൂസ് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓ, കൊന്നു എൻ്റെ വണ്ടീനെ, അങ്ങ് കൊന്നു. ആ ഫ്രണ്ട് വേക്കൊന്ന് വിട്ടിട്ടുണ്ടായിരുന്ന ഇങ്ങനെയാണോ ചെയ്യുന്നത്? ഓ, കൊന്നെന്ന് പറഞ്ഞാൽ കൊന്നു ഗൈസ്. ഇനി ഇവിടെ അങ്ങോട്ട് അടിച്ച് നോക്ക്, സ്റ്റാർട്ട് ചെയ്ത് നോക്ക്. ഗിയറൊക്കെ ഇട്ടിട്ടാണ് കിക്ക് അടിക്കാൻ പോയത് കേട്ടോ. ടീം വണ്ടി പൊളിക്കുമെന്ന് തോന്നുന്നു. ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ പരിപാടികൾ. കണ്ട ചിരി വരും. സ്വന്തം ഭാര്യനെ ആ വണ്ടി ഓടിപ്പിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു ഭർത്താവ്. ഇനി ഞാൻ കിക്ക് അടിക്കട്ടെ. ശരിയാ, എൻ്റെ വണ്ടിക്ക് സെൽഫില്ല, സെൽഫ് അടിച്ചു പോയി. ശരിയാക്കാൻ പൈസ വേണം. ഈ വീട് ഞാനാണ് കുറേ നാൾ പണിഞ്ഞ കേട്ടോ. ഈ വീട്ടിൻ്റെ ഇടുപ്പെല്ലാം ഞാനായിരുന്നു. ഇടുപ്പ്, പൈപ്പ് അടിക്കുക, പിന്നെ അത് കഴിഞ്ഞിട്ട് മെല്ലെയൊക്കെ ചെയ്യ്. അപ്പഴേ ക്ലച്ച് പിടിക്ക്. ഒരു 4-5 വണ്ടിയെ കുറ്റം പകരുന്നു ഗൈസ്. എൻ്റെ വണ്ടിയെ കുറ്റം പകരുന്നു. ഓക്കെ, അപ്പോൾ വൺസ് മോ മെല്ലെ ചെയ്യ്, വെപ്രാളം വേണ്ട. വണ്ടി സ്ലോ സ്പീഡ് കുറവാണ് കേട്ടോ, അതാണ് ഒന്നാമത്തെ കേസ്. വണ്ടിയെ കുറിച്ച് അറിയാവുന്നവർക്ക് അറിയാമായിരിക്കും. ഓക്കെ, അവൾ വണ്ടി അനക്കുകയാണ് കേസ്. കണ്ട, ഇവളാണ് ഇനി 8 എടുക്കാൻ പോകുന്നത്. 8 എടുത്താൽ സുഖമായിരിക്കും. നോക്കാം എന്തായാലും. എടുത്തോ. അല്ല കേൾക്കണ്ട, അത് കേട്ട പെല്ലൊന്നും. ഓക്കെ, 8 എടുക്കാൻ കടുക്കും കേട്ടോ. ഈ ബൈക്കിൽ പാടാണ്. പിന്നെ ഇവള് ബൈക്കാണ് എടുക്കുന്ന പോലെങ്കിൽ തന്നെ ആ സ്കൂട്ടിയുടെ ലൈസൻസ് അല്ല, ബൈക്കിന് എടുത്താൽ മതി, അതാണ് നല്ലത്. സോ ഇല്ല, വീട്ടിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ വീട്ടിൻ്റെ പണി മൊത്തം നമ്മളായിരുന്നു കേട്ടോ, പ്ലംബിങ് വയറിങ്ങില്ല. ഇത് 8 എടുക്കൂല. പോക്ക് കാണുമ്പോൾ തന്നെ കാര്യം അത് ഞാൻ ഓടിച്ച് കയറ്റിയപ്പോൾ തന്നെ എനിക്കും തോന്നി. കാര്യം ഇവിടെ നിന്ന് കയറുന്ന കണക്കല്ല എല്ലാം പോഷെ, അതായത് മറ്റ് അങ്ങനത്തെ കമ്പനിയുടെ നമ്മളെ ബൈക്കിൽ പാടായിരിക്കും, പ്രത്യേകിച്ച് അവൾക്ക്. പക്ഷെ കുഴപ്പമില്ല കേട്ടോ, ഓടിക്കുന്നുണ്ട്. ക്ലച്ച് പിടിച്ചോണേ. ഓക്കെ, സെറ്റ് എൻ്റെ പിന്നെ. പക്ഷേ വഴി മാറിപ്പോയി കേട്ടാ, അതുവഴി അങ്ങ് വെളിയിൽ പോയി. ഓക്കെ, സെറ്റ്. എന്തായാലും കുഴപ്പമില്ല, ഫസ്റ്റ് ടൈം അല്ലേ. ഇപ്പോഴേക്ക് തന്നെ വഴി മാറിപ്പോയി. ഇനി കയറിക്കോ, കമ്പി ഇടിച്ച് ഇടാണ്ട. ഇനി വാ, ഇതുവഴി. ഇത് വൻവാ കോമഡിയാണ് കേട്ടാ. ഇങ്ങനെ പോയിട്ട് അതുവഴി ഇറങ്ങിയെങ്കിൽ പോയി കേട്ടാ. നീ ഇങ്ങോട്ട് വേണ്ടല്ലോ ഒന്ന്. ഇതുവഴി ഇനി വാ, ഒന്നും കൂടെ വൺസ് മോ. അപ്പം ഇതൊക്കെ തന്നെ കേട്ടോ നമ്മൾ ഇന്നത്തെ പരിപാടികൾ. വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഇത് ഏത് വഴി ഇനി കയറ്റണമെന്നാണ്. കാര്യം നമ്മൾ ഏതൊക്കെ വഴി പോവാം, അതുവഴി ഇനിയായിട്ട് എടുക്കാമെന്നായിരിക്കും കേട്ടോ. കണ്ട ഇതേപോലെ തന്നെ ഇനി 8 എടുക്കുമ്പോഴും എടുക്കാനുള്ളത്. പിന്നെ കാല് കുത്തിയ ഫെയിലാണ് കേട്ടാ. കുഴപ്പമില്ല കേട്ടാ, എടുത്ത് പഠിക്കുന്നത് ഒരു കണക്കൊക്കെ എളുപ്പമാണ്. എടുത്ത് പഠിച്ചാൽ നമുക്ക് പലതും പഠിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എടുക്കട്ടെ. കമ്പി ജസ്റ്റ് മിസ് മോളെ, ജസ്റ്റ് മിസ്. ഇപ്പം കമ്പി ഇടിച്ചങ്ങ് തകർത്തന്നെ. സെറ്റ്. ഇനി ഒന്നേന്ന് വാ. നമ്മൾ അനൂസ് 8 എടുക്കുകയാണ് ഗൈസ്. 8 എടുക്കുകയാണ്. 2 കാലൊക്കെ കുത്തിയിട്ടാണ് 8 എടുക്കുന്നത് കേട്ടോ. കണ്ട അവളെ എക്സ്പ്രഷൻ കണ്ട. ഇനി മോന്തയുടെ ഭാവനയൊക്കെ ഇപ്പം മാറും. ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഇന്നത്തെ പരിപാടി. ഞാൻ അണയും കേട്ടോ. ചെറിയ വെയിലടിച്ചു തുടങ്ങി, മഴ തോന്നുന്നു വെയിലായി എന്ന് വേണം പറയാൻ. സെറ്റ് എടുക്കുകയാണ് ഗൈസ്, സെറ്റ് എടുക്കുകയാണ്. എഴുതോ എടുത്ത് പഠിക്കട്ടെ. 8 മെനക്കേടാണ്, അതുകൊണ്ടായിരിക്കും നമ്മളൊക്കെ MBD സാറുമാരൊക്കെ നമുക്ക് ഒരു പണി തന്നേക്കുന്നത് 8 എടുക്കാനായിട്ട്.
കമ്പി മറിക്കരുത്. കൈ കോറേ നീ കൈ കൂട്ടി വെച്ച് പണത്തുന്നു. അതുവഴിയല്ല, ഇതുവഴി വഴി മാറിപ്പോയി. പറപ്പിക്ക് പാപ്പാ. അയ്യോ ഇതിങ്ങനെയൊന്നും അല്ല. 8 മറന്നു പോയത് കേട്ടോ. അവിടെ നിന്ന് എടുത്തായി. പക്ഷെ കുഴപ്പമില്ല കേട്ടോ, ഒരുവിധമൊക്കെ ഓക്കെയാണ്. പക്ഷെ 8 വരുന്നില്ല. ഇനി അവിടെ നിന്ന് കറങ്ങി തിരിച്ചിറങ്ങി പോയാലേ 8 ആവുള്ളൂ. പക്ഷെ ആ ഹാൻഡിൽ നമ്മൾ അത്ര വിചാരിക്കുന്ന പാടാണ് കേട്ടോ. പോലെങ്കിൽ തന്നെ നമ്മളെ ഈ ഡ്രൈവിങ്ങിന് വരുന്ന വണ്ടികളിലെല്ലാം ഹാഫ് ക്ലച്ച് അവർ നമുക്ക് സ്ലോ സ്പീഡ് കുറച്ചാണ് തരുന്നത്. ഇപ്പോൾ കമ്പി ഇടിച്ച് മറത്തിന് കേട്ടോ. സ്ലോ സ്പീഡ് അവർ, അതായത് നമുക്ക് ഗിയർ ഇട്ടിട്ട് പിന്നെ ആ ക്ലച്ചിൽ നിന്ന് വിട്ടാൽ നോർമലായിട്ട് പോകും. പക്ഷേ ഇതിൽ നമ്മൾ വളയ്ക്കുമ്പോൾ ക്ലച്ച് പിടിച്ചില്ലെങ്കിൽ വണ്ടി ഇടിച്ചങ്ങ് നിൽക്കും കേട്ടോ. അതാണ് ഒന്നാമത്തെ കേസ്. പക്ഷേ ഇവൾക്ക് ഈ കാര്യം അറിയില്ല, അത് വേറെ സത്യം. കാര്യം ഇവള് വണ്ടി ഓടിച്ച് തുടങ്ങിയില്ല കേട്ടോ 8-ൻ്റെ. അപ്പം അനൂസ് വണ്ടി ഓട്ടിക്കുകയാണ്. ഇതിൻ്റെ താഴെ ഒത്തിരി ഇറക്കമായതുകൊണ്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെ അത് പണിയും. ഇവർക്ക് ഹാൻഡിൽ ബാലൻസ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. അത്യാവശ്യം ഹാൻഡിൽ ബാലൻസ് ഉണ്ട്. അത് വളഞ്ഞു വരാൻ വലിയ പാടാണ്. കുഴപ്പമില്ല കേട്ടോ, എടുക്കുന്നുണ്ട്. അങ്ങനെ എടുത്തെടുത്ത് വരുമ്പോൾ ശരിയാവും എന്ന് തോന്നുന്നു. നിങ്ങളൊക്കെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് പറയണം കേട്ടോ. ഞാൻ ഇവിടെ കട്ട പോസ്റ്റാണ്, വേറൊന്നും കൊണ്ടല്ല. അനൂസ് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം ഞാനിത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി കമ്പിയെല്ലാം മറിയുകയാണെങ്കിൽ അടിച്ച് കമ്പി സെറ്റ് ചെയ്തിട്ട് വേണം പോകാനുള്ള. ഓക്കെ, പിന്നെ നിങ്ങളൊക്കെ എന്തെങ്കിലും പരിപാടി രാവിലെ ഇതാണ് വിളിയൊക്കെ വരുന്നത്. ഓഹോ ഇപ്പം ചവിട്ട് ഗിയറിട്ട് തന്നെയാണ് ഓട്ടിക്കുന്നത്. എനിക്ക് തന്നെ അറിയാമോ, എൻ്റെ വണ്ടി ഇത്ര സ്ലോ. ഇത് വേണ്ട, അതൊക്കെ അവര് പറഞ്ഞോളും, നമ്മളൊന്നും അറിയണ്ട. എല്ലാം ടീച്ചർ പറഞ്ഞു തരണ്ട. ഓ ഇപ്പൊ കമ്പി തകർത്തന്നെ. അതിന് മുമ്പ് അവള് വണ്ടി നിർത്തി കേട്ടാ ഗൈസ്. ഓ ഭാഗ്യം കണ്ടാ. നീ അതൊന്നും കൊടുക്കണ്ട. ആ വണ്ടിയിൽ എല്ലാം അവർ കുറച്ചിട്ടാണ് ചെയ്തു തരുന്നത്. നമ്മളൊന്നും അറിയണ്ട. അതായത് എന്തെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ ഇട്ടാൽ പിന്നെ അത് ആ വണ്ടി പിന്നെ കൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ കൈ കൊടുക്കണ്ട. ശരിക്കും പറഞ്ഞാൽ കൈ കൊടുക്കണ്ട. കാര്യം അവർ സ്ലോ സ്പീഡ് കൂട്ടി വെച്ച് വെക്കുന്നത്. അപ്പം വളച്ചങ്ങ് പോയാൽ അത് മാറിക്കോളും. അത് അതിന് തകർന്ന വണ്ടിയിൽ എനിക്ക് മനസ്സിലായി. കാര്യം ഇവിടേക്ക് ചെളി ഭാഗമാണ് പോയി. ചെളി ഭാഗമായാൽ നടത്തി പാടും. ഇവിടെ വെച്ചല്ലല്ലോ 8. എനിക്ക് പറ്റത്തില്ല, പറ്റത്തില്ല. ഞാൻ എടുത്തോളാം. ലൈസൻസ് അതാരും പറയുന്നു. ലൈസൻസ് കിട്ടിയിട്ട് ഏതാണ്ട് ഒരു 15 വർഷം ആവാറുണ്ടോ? 15 അല്ല, ഈ ഒരു 7-8 വർഷം എടുക്കണം കേട്ടോ. ഞാൻ തള്ളിയതാ, ചുമ്മാ അവള് പിടിച്ചേട്ടാ. പ്രിയ ദ്വാരപാലക എടുക്കട്ടെ വണ്ടി. 8 എങ്ങനെയാണെന്ന് അറിയാമല്ലോ. അങ്ങന്ന് പോയാണ് തുടങ്ങേണ്ടത്. അങ്ങന്ന് അവിടെ പോ. 8 കണ്ട ചെളിയിൽ എഴുതിയിരിക്കുന്നില്ലേ. ഇങ്ങനെ ഇങ്ങനെ വന്ന് 8 എങ്ങനെ ആ ചെളിയിൽ എഴുതിയിരിക്കുന്നുണ്ടില്ലേ. ആ കാല് കുത്തല്. ഒന്നുകൂടെ ഇട്. അവിടുന്ന് വാ. ആ അങ്ങനെ ഇങ്ങനെ കയറ്. ഇതിലേ കയറ്.
ആ അതിലേട്ട് ഇങ്ങോട്ട് വാ. ആ പോട്ടെ. എന്തടേ 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 അങ്ങനെയാണ് ഇട്ടെടുക്കുന്നത്. നമുക്ക് അങ്ങനെയാണ് പഠിപ്പിച്ചത്, അല്ലാതെ കോണിച്ചല്ല ഇട്ടെടുക്കുന്നത്. ഇതിനാണ് ഇങ്ങനെ പേടിക്കുന്നത്. എനിക്ക് ബാലൻസ് കിടക്കുന്നത് ചുമ്മാ ഒന്നും അല്ല കേട്ടോ, നമുക്ക് 8 കിട്ടിയത്. പക്ഷെ വേറൊന്നുമല്ല, ഓട്ടിച്ച് മാത്രമേ ബാലൻസ് ചെയ്യാം. അപ്പൊ അനൂസ് ഇനി ഓട്ടിക്കാൻ പോവുകയാണ് കേസ്. വീണ്ടും അനൂസ്. ഞാൻ 8 എടുക്കണ്ടായേ, എനിക്ക് വയ്യേ. അനൂസ് 8 എടുക്കണമെന്ന് ആഗ്രഹമില്ല അനൂസിന്, അല്ലേ അനൂസ്? ആ ഓക്കെ, നമ്മൾ അനൂസ് വീണ്ടും ഗോതയിലേക്ക് കയറുന്നു ഗൈസ്. ഗോത സ്റ്റാർട്ട് ചെയ്യൂ. ഗോത സ്റ്റാർട്ടപ്പാണ്. അയ്യോ അയ്യോടാ, പാവം, വണ്ടി പോലും പൊക്കാൻ വയ്യാത്ത ഒരു ആരോഗ്യമില്ലാത്ത. അതിപ്പോ ഒരു കാലം കുത്തിയതില്ലോ, 2 കാലം കുത്തണമെന്നൊന്നും ഇല്ലല്ലോ. ഒരു കാലം കുത്തി അങ്ങ് വീണാ പോലെ. അപ്പം വീണ്ടും ബൈക്ക് മറിച്ചിട്ട് ഓക്കെ. ഹേ ഗൈസ്, അപ്പം നമ്മൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വണ്ടി തള്ളിയിട്ട് ഒക്കെ വന്ന് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വണ്ടി ചെറുതായിട്ട് വീണായിരുന്നു. അപ്പോൾ എങ്ങനെ വീഴുമ്പോൾ ചിലപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പാടായിരിക്കും. പെട്രോളിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് കേട്ടോ. അതായത് വണ്ടി പഴയ വണ്ടിയൊക്കെ ആണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. വണ്ടി അടിച്ചിട്ട് സ്റ്റാർട്ടായില്ലേ, കുറേ നേരം നിന്ന് അടിച്ചായിരുന്നു. പിന്നെ ശരിയായി. പിന്നെ നമ്മൾ കുറച്ചൊക്കെ പഠിച്ച് അല്ലേ എനിക്ക് കാര്യം കാലി മൊത്തം ചെളിയാക്കി. ഒന്നുമില്ലെങ്കിൽ എൻ്റെ കാലും ചെളിയായി കേട്ടോ, മൊത്തം ചെളിയായി കേട്ടോ. ഇന്ന് മഴ പെയ്ത് അവിടെ കുളമൊക്കെ കിടക്കുന്നു. അനൂസ് എന്നാലും ട്രൈ ചെയ്തല്ലേടാ, പ്രൈവറ്റ് ക്ലീനാണ്. ഇനി പഠിച്ചു കൊണ്ടുവരും. സുഭാഷനല്ലേ പഠിപ്പിക്കുന്നു, ശരിയാവും. നമ്മളെ സുഭാഷനെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഭാഷനോട് നല്ലോണം പഠിപ്പിച്ചു. കാരണം പോയാണ് കേട്ടോ. അണ്ണാ അങ്ങനെയൊന്നുമല്ല, അതായത് ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ച് കറക്റ്റായിട്ട് ക്ലിയർ ചെയ്തേ പോകുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ആദ്യം വരുന്ന ഒരാൾക്ക് എല്ലാം, അതായത് ക്ലച്ച്, ബ്രേക്ക്, പിന്നെ ആക്സിലേറ്റർ ഒന്നും കൊടുക്കത്തൊന്നുമില്ല. എന്നെ സാധാരണ ഓക്കെ. പക്ഷെ അങ്ങനെ കൊടുക്കുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് കൊടുത്താൽ ഇലിവും, മനസ്സിലായി? ഒന്നും അറിയത്തില്ലല്ലോ. ഇപ്പം ഓക്കെ ഇല്ല, അതേപോലെ സെറ്റാകും. സുഭാഷണ്ണനാണ് കേട്ടോ നമ്മളെ മാസ്റ്റർ ഡ്രൈവിങ്ങിൽ. ഇതുവരെ വണ്ടി ഞാൻ തള്ളിയിട്ടിട്ടില്ല. ഇനിയും ദൈവഭാഗ്യം കൊണ്ട് തള്ളിയിടാതിരിക്കാൻ ശ്രമിക്കും. ഓക്കെ. പിന്നെ കാണണ്ട ഇതേപോലെ ഇന്ന് വീണാണെങ്കിൽ വീഴും, അല്ലേ? വീണില്ല, കാല് കുത്തിയിട്ട് ചരിച്ചൊക്കെ ഇട്ടു. ഇനി അവിടെ അതാണ് സത്യം. ഇന്ന് തൊഴിലില്ലേ ഇത് മതി. ഓ തള്ളു പോകല്ല, വീണതാണ് ഗൈസ്. ചെളി പറ്റിയ കയ്യിലെവിടേക്ക് ചെളി പറ്റിയത് കുഴപ്പമില്ല, ചെറുതായിട്ടൊക്കെ പറ്റിയിട്ടുള്ളൂ. അപ്പം ഇതൊക്കെ തന്നെ ഇന്നത്തെ വിശേഷം. അപ്പം പിന്നെ കാണാം ഗൈസ്. അപ്പം പിന്നെയല്ല, അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ഇനി അടുത്ത വണ്ടി കൊണ്ട് പോണേ. അപ്പം ശരിയെങ്കിൽ ഓക്കെ. അപ്പം ഇന്നത്തെ പരിപാടി